നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി അനുവദിച്ച 530 കോടിയുടെ വായ്പയ്ക്ക് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കാലപരിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. എന്നാൽ അനുവദിച്ച തുക വാങ്ങാതിരുന്നാൽ രാത്രികളിൽ ആകാശത്തേക്ക് നോക്കിയിരുന്ന നക്ഷത്രം എണ്ണേണ്ടി വരുമെന്നാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ കൈച്ചുട്ടിറക്കാനും വയ്യ, മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ സർക്കാർ. ശരിക്കും അദ്ദേഹം പെട്ടു. അടുത്ത ഒരു കൊല്ലം കൊണ്ട് വയനാടിനെ വിറ്റ് കാശാക്കി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് കാലം കഴിക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഓർക്കാപ്പുറത്ത് ഇടിവെട്ടി മഴ പെയ്യുന്നത് പോലെ 530 കോടി അനുവദിച്ചത്. കേന്ദ്രത്തിന്റെ കത്ത് പരമാവധി രഹസ്യമായി സൂക്ഷിക്കാൻ കേരളം ശ്രമിച്ചുവെങ്കിലും കേന്ദ്രം തന്നെ ഇക്കാര്യം മാധ്യമങ്ങൾക്ക് ലീക്ക് ചെയ്യുകയായിരുന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളുടെ പുനർനിർമ്മാണത്തിനും സഹായത്തിനും പകരം പലിശരഹിത വായ്പയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. 16 പദ്ധതികൾക്കായി 529.50 കോടി രൂപയുടെ കാപെക്സ് വായ്പയ്ക്കാണ് കേന്ദ്രം അനുവദിച്ചത്. സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായമായി പലിശയില്ലാതെ 50 വർഷത്തേക്ക് നൽകുന്ന വായ്പാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണം അനുവദിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കാണ് വായ്പ അനുവദിച്ചിരിക്കുന്നത് എന്നും പണം 2025 മാർച്ച് 31 മുൻപ് വിനിയോഗിക്കണമെന്നും കേന്ദ്രത്തിന്റെ കത്തിൽ പറയുന്നു. ഈ സാഹചര്യത്തിൽ മാർച്ച് 31 മുൻപായി പദ്ധതികളുടെ നിർമ്മാണം പൂർത്തിയാക്കി റീഇംബേഴ്സ്മെന്റ് സമർപ്പിക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ കേന്ദ്രം നൽകിയ വായ്പ പുനർനിർമ്മാണത്തിന് എത്രത്തോളം സഹായകരമാകും എന്നതിൽ വ്യക്തതയില്ല. പുനർനിർമ്മാണത്തിനായി 535 കോടിയുടെ 16 പദ്ധതികൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു. ഇതിന് മറുപടിയായി ഈ മാസം 11-നാണ് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വായ്പ അനുവദിച്ച അറിയിപ്പ് ലഭിച്ചത്. പുനരധിവാസത്തിനായി സംസ്ഥാനം പണികഴിപ്പിക്കുന്ന പൊതുകെട്ടിടങ്ങൾ, അവിടേക്കുള്ള റോഡുകളുടെ നിർമ്മാണം തുടങ്ങിയവയാണ് 16 പദ്ധതികളിലായി സംസ്ഥാനം സമർപ്പിച്ചിരിക്കുന്നത്. അനുവദിച്ച പദ്ധതികളിൽ നിന്ന് മാറി ഏതെങ്കിലും തരത്തിൽ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചാൽ വായ്പ വെട്ടിച്ചുരുക്കുമെന്നും കത്തിൽ പറയുന്നു. ആവർത്തന പദ്ധതികൾ പാടില്ല എന്നും നിർദ്ദേശമുണ്ട്. വയനാട് പുനർനിർമ്മാണത്തിനായി 2000 കോടിയുടെ പ്രത്യേക പദ്ധതി സഹായമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തർക്കം കോടതിയുടെ പരിഗണനയിലാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് കാപെക്സ് വായ്പയ്ക്കായി പണം അനുവദിക്കാനുള്ള കേന്ദ്ര തീരുമാനം. തർക്കം കോടതിയിലാകാതിരുന്നു എങ്കിൽ സഹായം തന്നെ ലഭിക്കുമായിരുന്നു. അത് ഇല്ലാതാക്കിയതും പിണറായി തന്നെയാണ്. നെടുമ്പാല, എൽസ്റ്റോൺ എസ്റ്റേറ്റുകളിലെ ടൗൺഷിപ്പിൽ പുനരധിവാസത്തിന് പൊതുകെട്ടിടങ്ങളുടെ നിർമ്മാണം 111.32 കോടി, ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണം 87.24 കോടി, പുന്നപ്പുഴ നദിയിലെ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കാൻ 65 കോടി, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ 21 കോടി, മുട്ടിൽ മേപ്പാട് റോഡ് നവീകരണം 60 കോടി, ചൂരൽമല പാലം നിർമ്മാണം 38 കോടി, വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം 12 കോടി, രോഗബാധിതർക്കുള്ള കെട്ടിട നിർമ്മാണം 15 കോടി, എൽസ്റ്റോൺ ടൗൺഷിപ്പിൽ 110 kV സബ്സ്റ്റേഷൻ 13.5 കോടി, കാരപ്പുഴ ജലശുചീകരണ പ്ലാന്റ് 22.5 കോടി, അപ്രോച്ച് റോഡുകൾ ഉൾപ്പെടെ 6 ഹെലിപാഡുകളുടെ നിർമ്മാണം 9 കോടി, കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ DDMA കോംപ്ലക്സ് ഉൾപ്പെടെ ഡി ബ്ലോക്ക് നിർമ്മാണം 30 കോടി, ജില്ലയിൽ വിവിധ ഉദ്ദേശത്തിൽ ഷെൽട്ടറുകളുടെ നിർമ്മാണം 28 കോടി, ചൂരൽമല അട്ടമല റോഡ് 9 കോടി, പുഞ്ചിരിമട്ടം വനറാണി പാലവലം അപ്രോച്ച് റോഡ് 7 കോടി, GLPS 8-ാം നമ്പർ പാലവും അപ്രോച്ച് റോഡും 7 കോടി എന്നിങ്ങനെ സംസ്ഥാന സർക്കാർ നൽകിയ പെരുപ്പിച്ച കണക്കുകൾ തള്ളി അടിച്ചുമാറ്റാനുള്ള എല്ലാ സാധ്യതകളും അടയ്ക്കാനാണ് ഇത്രയും സമയമെടുത്തത്. വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസമാണ് വരുത്തിയത്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും 3.5 മാസം വൈകിപ്പിച്ചു. ദുരന്ത സമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി. നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തു. കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും നിവേദനം സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണ് എന്നും അമിത്ഷായുടെ എക്സിൽ കുറിച്ചു. കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും സമയം ചെലവഴിക്കുന്നത്. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാനത്തിന് ദുരന്ത നിവാരണ അതോറിറ്റിയെ ശക്തമായി വിമർശിച്ച ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ല എന്ന് വിമർശിച്ച കോടതി മാസങ്ങളോളം ഫണ്ട് വൈകിയത് എന്ത് എന്നും ചോദിച്ചു. ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല എന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുവാനും ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം കേന്ദ്ര സർക്കാർ അഭിഭാഷകന്റെ സാന്നിധ്യത്തിലാണ് നടന്നത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു രൂക്ഷ വിമർശനം. ആരെയാണ് സംസ്ഥാന സർക്കാർ വിഡ്ഢികളാക്കാൻ നോക്കുന്നത്? ഫണ്ടിൽ ബാക്കിയുള്ള 677 കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന്
എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല. നീക്കിയിരിപ്പുള്ള 677 കോടി രൂപ കൈവശമില്ല എന്നും ഹൈക്കോടതി ചോദിച്ചു. അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവാക്കാനാവാതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി. അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാവുമെന്നും ഹൈക്കോടതി ചോദിച്ചു. എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ 2 ദിവസം സാവകാശം വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. എന്തായാലും ഹൈക്കോടതിയുടെ കൃത്യമായ നീക്കത്തിലാണ് ഒടുവിൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് പോലും പല രീതിയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കാതെ വന്നത്. എന്തായാലും പലതരത്തിലുമുള്ള പെരുപ്പിച്ചു കാണിക്കൽ കണക്കുകൾക്ക് കേരളത്തിൽ ഇപ്പോൾ വ്യക്തമായി തന്നെ അറിയാം. കേന്ദ്രത്തിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയതാണ് ഈ കള്ളക്കണക്കുകൾ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഇതാണ് വിനയായത്. കേന്ദ്രത്തിൽ സഹായം നൽകുന്നത് നരേന്ദ്രമോദി നേരിട്ടല്ല, അദ്ദേഹത്തിന് നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. സഹായം നൽകുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അവർക്ക് തോന്നിയ മട്ടിൽ പണം അനുവദിക്കുന്നതും പതിവില്ല. കൃത്യമായ കണക്കില്ലാത്ത ഒന്നിനും കേന്ദ്രത്തിന് സ്ഥാനമില്ല. കേരളം ഇത്തരം കള്ളക്കണക്കുകൾ എഴുതി നൽകുമ്പോൾ അത് പ്രഥമ ദൃഷ്ടിയ കള്ളമാണ് എന്ന് മനസ്സിലാക്കാം. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദിക്ക് ഒരു റോളുമില്ല. ഇനി മോദി പറഞ്ഞാലും കള്ളക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ പണം നൽകില്ല. ദുരിതത്തിൽ അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു. അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ രേഖപ്പെടുത്തിയിരുന്നു. ഇനി മുഖ്യമന്ത്രിയുടെ വിശദീകരണം കേൾക്കാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമീപനമാണ് ഇത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മാനദണ്ഡമനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയത്. ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചുകാട്ടി എന്നും മറ്റുമുള്ള പ്രചാരണമാണ് നടക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് എതിരാണ്. വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇത്. ദുരിതബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢനീക്കമായി വേണം ഇതിനെ കാണാൻ. ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ചൂരൽമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടവും അല്ല. കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് എന്നാണ്. മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്തഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടുന്ന ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുമാണ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കേണ്ടത്. ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകളല്ല, മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടുന്ന മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ തയ്യാറാക്കിയ നിവേദനം മാധ്യമങ്ങൾക്ക് അതേ മട്ടിൽ ചോർത്ത് നൽകിയത് കോൺഗ്രസുകാരോ BJPക്കാരോ അല്ല. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതായി ഉറപ്പാക്കിയ ശേഷം ചോർത്തുകയായിരുന്നു. ഹൈക്കോടതിയിൽ സർക്കാർ രഹസ്യ സ്വഭാവത്തോടെ നൽകുന്ന കടലാസുകൾ ചോർത്തുക എളുപ്പവുമല്ല. അപ്പോൾ അത് സെക്രട്ടേറിയറ്റിൽ നിന്നും തന്നെ ചോരണം. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തായാലും കണ്ടക ശനി കൊണ്ടേ പോവൂ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുഖ്യമന്ത്രിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. രണ്ടിടത്തും നിലവിൽ താമസിക്കുന്നവർക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. കേന്ദ്രത്തിന്റെ തലയിലാകുമോ എന്ന് മാത്രം ഇനി കണ്ടറിഞ്ഞാൽ മതി.